എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ ഹൗ ടു ചെക്ക്, ട്രാൻസ്ഫർ കിട്ടിയവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും മറ്റ് അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓർമ്മിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ ചാനൽ 15,000 സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്താൻ 20 സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ നാളെ മുതൽ പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ, ഹൗ ടു ചെക്ക് റിസൾട്ട്, ട്രാൻസ്ഫർ കിട്ടിയവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. സർക്കുലർ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാൻ പോവാം. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അഡ്മിഷൻ നിർദ്ദേശങ്ങൾ. അപ്പം ഈ സർക്കുലറിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സർക്കുലർ തന്നെ ഞാൻ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. നിങ്ങളെ മാഷുമാരെന്തെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഒക്കെ പാഠം പഠിപ്പിക്കുമ്പോൾ ആദ്യം ഇംഗ്ലീഷ് വായിക്കും, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. നിലവിൽ ഒഴിവുള്ള ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ വായിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്താണ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിച്ചതാണ് കേട്ടോ. അതൊക്കെ അധ്യാപകർക്കുള്ള നിർദ്ദേശമാണ് കേട്ടോ. അതായത് അവിടെ പറയുന്നത് 2024 ജൂലൈ 31 വൈകിട്ട് 4 മണി വരെ അഡ്മിഷൻ നൽകിയിരുന്നത്. നിലവിൽ ഒഴിവുകളിൽ ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ അവസരം 2024 ജൂലൈ 31 വൈകിട്ട് 4 മണി വരെ നൽകിയിരുന്നു. അത് നിങ്ങൾക്ക് അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ ആകെ ലഭ്യമായ 23,908 അപേക്ഷകളിൽ എന്ത് ചെയ്തു, ഫൈനൽ കൺഫർമേഷൻ പൂർത്തിയാക്കി 23,507 അപേക്ഷകൾ പരിഗണിച്ചു. 23,908 അപേക്ഷകളിൽ 23,507 അപേക്ഷകൾ പരിഗണിച്ചു. 401 അപേക്ഷകൾ എന്ത് ചെയ്തു, റദ്ദ് ചെയ്തു. അതായത് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികളുടെ 401 അപേക്ഷകൾ റദ്ദ് ചെയ്തു. അപ്പോൾ 23,507 അപേക്ഷകൾ പരിഗണിച്ചു. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് 2024 ഓഗസ്റ്റ് 6 രാവിലെ 10 മണി മുതൽ പ്രവേശനം സാധ്യമാകും വിധം പ്രസിദ്ധീകരിക്കുന്നതാണ്. നാളെ 10 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് 5 മണിയോടെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ പരിശോധിക്കാവുന്നതാണ്. അത് കാൻഡിഡേറ്റ് ലോഗിലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ HFCAPൻ്റെ സൈറ്റിൽ hfcap.kerala.gov.in എന്ന സൈറ്റിൽ കയറിയ ശേഷം അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. ഇനി സോറി, യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചില്ല. അങ്ങനെ ട്രാൻസ്ഫർ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് അവിടെ ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിലൂടെ റിസൾട്ട് പരിശോധിക്കാനുള്ള സൗകര്യം അതത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ചെയ്ത് കൊടുക്കേണ്ടതും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുത്ത് നൽകേണ്ടതുമാണ്. അതേ സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം പ്രവേശനം മാറ്റി നൽകേണ്ടതാണ്. അതായത് ഒരു സ്കൂളിൽ ഉദാഹരണത്തിന് ഇപ്പോൾ തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സ് ലഭിച്ചവർക്ക് തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ച കുട്ടിക്ക് കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് തന്നെ ലഭിച്ചാൽ അങ്ങനെയല്ല പറയുന്നത് കേട്ടോ. ഇതിനകത്ത് പറയുന്നത് കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, മാറ്റം ലഭിച്ചവർ കാലതാമസം ഞാൻ മാറിപ്പോയതാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ലഭിച്ചവർക്ക് തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ ഹ്യൂമാനിറ്റീസ് ലഭിച്ചാൽ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം പ്രവേശനം നേടണം. പല വിദ്യാർത്ഥികൾക്കും സംശയമാണ്, എനിക്ക് കോഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, ഞാൻ മാറണോ എന്ന്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ നീയും മാറേണ്ടതാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ സയൻസ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണ് നീയെങ്കിൽ നീ പുതിയ അലോട്ട്മെൻറ്റിൽ നിനക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിനക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. നീ അത് പുതിയ സ്കൂളിലേക്ക് മാറണം. അങ്ങനെയാണ് വേണ്ടത്. സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ കാലതാമസം കൂടുതൽ വിടുതൽ സർട്ടിഫിക്കറ്റ് സ്കൂൾ അഡ്മിഷൻ യൂസറിൽ ലഭ്യമാണ്. TC ജനറേറ്റർ ഫോർ സ്റ്റുഡൻസ് ട്രാൻസ്ഫർ ടു അതർ സ്കൂൾ ഇൻ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിലൂടെ വിടുതൽ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, TC ജനറേറ്ററിലൂടെ നിങ്ങൾക്ക് TC ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മേടിച്ചിട്ട് പുതിയ സ്കൂളിൽ ഹാജരാക്കുന്നതാണ്. എന്ന ലിങ്കിലൂടെ വിടുതൽ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് CC, നിങ്ങൾ SLC ചെയ്ത സ്കൂളിൽ നിന്നാണ് CC നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ CC എന്ന് പറയുമ്പോൾ സ്വഭാവ സർട്ടിഫിക്കറ്റാണ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയും അതിന്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ കേട്ടോ.
അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ മറ്റ് അസൽ രേഖകൾ നൽകി പുതിയ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകാൻ ആവശ്യപ്പെടണം. അത് നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ചാൽ പുതിയ സ്കൂളിൽ തന്നെ പ്രവേശനത്തിന് ഹാജരാവണം. സ്കൂൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്ററും അഡ്മിഷൻ യൂസറിൽ ലഭ്യമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് 2024 ഓഗസ്റ്റ് 6 വൈകിട്ട് ഓഗസ്റ്റ് 6 രാവിലെ 10 മണി മുതൽ ഓഗസ്റ്റ് 8 വൈകിട്ട് 4 മണി വരെ പ്രവേശനം സാധ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, അതങ്ങനെ പറഞ്ഞത് നാളെ രാവിലെ 10 മണി മുതൽ മറ്റന്നാൾ വൈകിട്ട് 4 മണി വരെ എന്നാണ് അർത്ഥം. ഓഗസ്റ്റ് 6 നാളെയാണ്. നാളെ രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിലേക്കും പോകാം. മറ്റന്നാൾ 8 തീയതി ഓഗസ്റ്റ് 8 വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് പ്രവേശനം നേടാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലൂടെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ അതാത് ദിവസം തന്നെ HITC യൂസറിലുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് എൻട്രി എന്ന ലിങ്കിലൂടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. 2024 ആഗസ്റ്റ് 8 വൈകിട്ട് 5 മണിക്ക് മുമ്പായി പ്രിൻസിപ്പൽമാർ ലോഗിനിലൂടെ അഡ്മിഷൻ ലോഗിൻ കൺഫർമേഷനും പൂർത്തീകരിക്കേണ്ടതാണ്. അത് നിങ്ങൾക്കുള്ളതല്ല, അധ്യാപകർമാർക്കും പ്രിൻസിപ്പൽമാർക്കുള്ളതാണ്. അത് ഞാൻ എന്താ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്താ സംഭവം എന്ന്. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിലേക്ക് ഇപ്പോൾ നിർദ്ദേശം കിട്ടും. അപ്പോൾ ഇതിപ്പം തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഉദാഹരണത്തിന് 10 പേർക്കാണ് അവിടെ ഹ്യൂമാനിറ്റീസ് കോഴ്സിലേക്ക് പുതിയതായിട്ട് ട്രാൻസ്ഫർ ലഭിച്ചത്. ചിലപ്പോൾ ഒരു 5 വിദ്യാർത്ഥികൾ നിങ്ങൾ കൂടി 10 വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോയി. അന്നേരം ഇവരെന്ത് ചെയ്യണം? പുതിയ 10 പേർ അവിടെ വന്നോ എന്ന് ഇവർ ഉറപ്പുവരുത്തണം. 10 പേർക്ക് ട്രാൻസ്ഫർ ലഭിച്ച് കഴിയുമ്പോൾ 10 പേരുടെ ലിസ്റ്റും ആ 10 വിദ്യാർത്ഥികളുടെ പേരും ഡീറ്റെയിൽസും എന്ത് ചെയ്യും? ഇവർക്ക് സ്കൂളിൽ ലഭിക്കും. നിങ്ങളുടെ സ്കൂളിലേക്ക് 10 കുട്ടികളെ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ആ 10 കുട്ടികളുടെ ലിസ്റ്റ് എന്ത് ചെയ്യും? HS CAP ഈ സ്കൂളുകാർക്ക് കൊടുക്കും. ഇന്ന സ്കൂളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ HS CAPന് എന്ത് ചെയ്യണം? ഇവർ തിരിച്ചൊരു മറുപടി കൊടുക്കണം 8 തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ്. എന്താണ്? ഈ 10 പേരിൽ എത്ര കുട്ടികൾ സ്കൂളിൽ വന്നു, 10 പേരിൽ എത്ര പേർ വന്ന് അഡ്മിഷൻ എടുത്തു, ഇനി 10 പേര് ആ സ്കൂളിൽ നിന്ന് പോയെങ്കിൽ ഇന്ന 10 പേര് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ മറ്റൊരു കാര്യവും 8 തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താണ്? 10 പേർക്ക് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു, എത്ര പേര് ട്രാൻസ്ഫറും പോയി, അതും കൂടെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അതാണ് അധ്യാപകർക്കുള്ളത്. പിന്നെ സ്കൂൾ കോമ്പിനേഷൻ മാറ്റി ലഭിച്ചവർ കൊടുക്കേണ്ട ഫീസ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ. നിലവിലുള്ള സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ, സ്കൂളിൽ തന്നെ, അത് തായന്നൂർ സ്കൂളിൽ സയൻസ് ലഭിച്ച വിദ്യാർത്ഥിക്ക് തായന്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ചാൽ, അതാണ് ഉദാഹരണം പറഞ്ഞതാണ്, അതൊന്നും ഇതിനകത്തുള്ളതല്ല കേട്ടോ, ഉദാഹരണം മാത്രമാണ് കേട്ടോ. നിലവിൽ പ്രവേശനം ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പ്രസ്തുത കോമ്പിനേഷൻ മാറ്റത്തിൻ്റെ ഫലമായി അടയ്ക്കേണ്ട അധിക ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. ഇതെന്ന് പറയുന്നത് ഉദാഹരണത്തിന് സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 1000 ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് അത്രയാണെന്ന് അറിയത്തില്ല, 1025 രൂപയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നത്? ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നതിൻ്റെ ഫീസായിട്ട് അടയ്ക്കേണ്ടി വന്നത്. എൻ്റെ തുക എന്ന് പറഞ്ഞാൽ 1025ആണ്. 2 കൊല്ലം മുമ്പാണ്. ഇപ്പോൾ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. പക്ഷേ അന്നത്തെ കാലത്ത് സയൻസ് പഠിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യേണ്ടി വന്നു? 1600-ലധികം രൂപ അടയ്ക്കേണ്ടി വന്നു. അപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 1000 രൂപ ഒരു വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ 1000 രൂപ അടച്ച് പ്രവേശനം നേടി. അപ്പോൾ സയൻസിന് 1500 വിചാരിച്ചു. അവന് സയൻസിലേക്ക് കിട്ടി. അന്നേരം അവൻ എന്ത് ചെയ്യണം? അധികം വന്ന 500 രൂപ അത് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. വീണ്ടും എന്ത് ചെയ്യേണ്ട? 1500 രൂപ ആദ്യം അടയ്ക്കേണ്ടതില്ല. ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൻ്റെ 1000 രൂപയാണ്. 1000 രൂപ ഓൾറെഡി ആ വിദ്യാർത്ഥി അടച്ചിട്ടുണ്ട്. അപ്പോൾ സയൻസിന് 1500 ആണെങ്കിൽ അധികം വന്ന 1500 തുക മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ഒരേ കോമ്പിനേഷനിൽ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ചവർ, അതായത് തായന്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ച വിദ്യാർത്ഥിക്ക് കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ചാൽ, അതാണ് ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഉള്ളതല്ല കേട്ടോ. നിലവിൽ പ്രവേശനം നേടിയ അതേ കോമ്പിനേഷൻ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയതായി ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. ഇവർ എന്ത് ചെയ്യണം? കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ കൊടുക്കണം. അതായത് ഇപ്പോൾ തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ച വിദ്യാർത്ഥിക്ക് കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് തന്നെ ട്രാൻസ്ഫർ, ഹ്യൂമാനിറ്റീസിലേക്കല്ല മറ്റൊരു സ്കൂളിലേക്ക് തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ലഭിച്ചാൽ ആ വിദ്യാർത്ഥി എന്താണ്? പുതിയതായി ഫീസൊന്നും അടയ്ക്കേണ്ട. പുതിയതായിട്ട് എന്ത് ചെയ്യേണ്ട? നീ ഫീസൊന്നും അടയ്ക്കേണ്ട. പക്ഷേ കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും അടയ്ക്കണം. കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അടയ്ക്കുന്നതാണ്, നിങ്ങൾക്ക് തിരിച്ചു വരും. അത് നിങ്ങൾ പുതിയ സ്കൂളിൽ പോയി അടയ്ക്കണം. പുതിയൊരു സ്കൂളിൽ പുതിയൊരു കോമ്പിനേഷൻ പ്രവേശനം ലഭിച്ചവർ, അതായത് ഉദാഹരണം പറയുമ്പോൾ തായന്നൂർ സ്കൂളിൽ തായന്നൂർ സ്കൂളിൽ സയൻസ് ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ചാൽ,
മനസ്സിലായി. തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ചാലത് സ്കൂളും മാറി കോഴ്സും മാറി. ഓക്കെ ആണല്ലോ. കോമ്പിനേഷൻ മാറ്റത്തോടെ പുതിയൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയ കോമ്പിനേഷൻ്റെ ഭാഗമായി ഒടുക്കേണ്ട അധിക ഫീസ്, കോഷൻ ഡിപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ മാത്രമേ ഒടുക്കേണ്ടതുള്ളൂ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഉദാഹരണത്തിന് ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 1500 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 1000 ആണെന്ന് വിചാരിച്ചു. അപ്പം ഹ്യൂമാനിറ്റീസ് എന്ന കോഴ്സിൽ നിന്ന് സയൻസിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമാനിറ്റീസ് പഠിക്കുമ്പോൾ അവൻ 1000 രൂപ അടച്ച് പ്രവേശനം നേടി. അപ്പോൾ സയൻസിലേക്ക് അവന് കിട്ടി. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? 500. അപ്പോൾ അവന് 1500 രൂപയാണ്. അപ്പം 1500 നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇനി ആദ്യം അടയ്ക്കേണ്ടെന്ന്. നീ 1000 അടച്ചിട്ടുണ്ടല്ലോ, അപ്പം നീ 500 അധിക തുക മാത്രം അടച്ചാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. സ്കൂൾ മാറ്റം ലഭിച്ച പുതിയ സ്കൂളിലേക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ ഒടുക്കിയ ഫീസിൻ്റെ റെസീറ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതും അധിക ഫീസ് ഇനത്തിൽ വരുന്ന തുക മാത്രം വീണ്ടും ഒടുക്കാൻ നിർദ്ദേശിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്കൂളിൽ ഫീസ് അടച്ചിട്ടുണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് തായന്നൂർ സ്കൂളിൽ, ഇപ്പം കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തായന്നൂർ സ്കൂളിലേക്ക് ഒരു വിദ്യാർത്ഥി വരുന്നതെന്ന് വിചാരിച്ചോ, ട്രാൻസ്ഫർ മാറി. അപ്പോൾ അവിടെ നിങ്ങൾ അടയ്ക്കുന്ന ഫീസ്, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുക മാത്രമല്ല, നിങ്ങൾക്ക് റെസീറ്റ് കിട്ടും ഫീസ് അടച്ച് കഴിയുമ്പോൾ. ആ റെസീറ്റ് എന്ത് ചെയ്യണം? ഈ സ്കൂളിൽ, ഈ തായന്നൂർ സ്കൂളിലെ പ്രിൻസിപ്പൾ വാങ്ങി സൂക്ഷിക്കേണ്ടതും പിന്നെ അധികം വരുന്ന ഫീസ്, അതായത് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നൊരു വിദ്യാർത്ഥി എന്ത് ചെയ്യാം? 1000 രൂപ അടയ്ക്കുമ്പോൾ സയൻസിലേക്ക് മാറി കഴിയുമ്പോൾ 1500 ആവും. അപ്പോൾ 1500 വീണ്ടും അടയ്ക്കാതെ പുതുതായിട്ട് 1000ൻ്റെ കൂടെ 500 കൂടെ അടച്ചാൽ മതി, 1500 ആവും. അപ്പം ആ 500 രൂപ അടയ്ക്കാൻ എന്ത് ചെയ്യണം? അധിക തുക അടയ്ക്കാൻ നിർദ്ദേശിക്കേണ്ടതുമാണ്. 500 രൂപയല്ല ആയിട്ട് അടയ്ക്കേണ്ടത്, 500 രൂപ ഉദാഹരണം പറഞ്ഞാണ് അടയ്ക്കാൻ നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ അവർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ ഒടുക്കിയ കോഷൻ ഡിപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾ നിർബന്ധമായും തിരികെ നൽകേണ്ടതാണ്. ഓക്കെ ആണല്ലോടാ. അതായത് ഞാൻ പറഞ്ഞില്ലേ, പുതിയ സ്കൂളിൽ നിങ്ങൾ PTA ഫണ്ട്, കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും അടയ്ക്കേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, അപ്പോൾ PTA ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റും ഞാൻ ഒരു സ്കൂളിൽ അടച്ചതാണ്, അന്നേരം എന്ത് ചെയ്യണം? പുതിയ സ്കൂളിൽ വീണ്ടും അടയ്ക്കണമെന്ന്. അന്നേരം അതിന് പറയാനുള്ള മറുപടി, പുതിയ സ്കൂളിൽ എന്ത് ചെയ്യേണ്ട? വീണ്ടും അടയ്ക്കേണ്ട. പഴയ സ്കൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ പൈസ തിരിച്ചു തരും. ഒന്നുകൂടെ വായിച്ചുതരാം. സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ അവർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ ഒടുക്കിയ കോഷൻ ഡിപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ നിർബന്ധമായും തിരികെ നൽകേണ്ടതാണ്. നിലവിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷമുള്ള ഒഴിവുകൾ മെറിറ്റ് സ്ഥിതി സ്പോട്ട് അഡ്മിഷനായി വിശദാംശങ്ങൾ സ്പോട്ട് അഡ്മിഷൻ, അതൊന്നും മെറിറ്റ് കോട്ടയിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ എന്ത് ചെയ്യും? സ്പോട്ട് അഡ്മിഷനുമായുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ 2024 ഓഗസ്റ്റ് 6 പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓഗസ്റ്റ് 6 നാളെ പ്രസിദ്ധീകരിക്കട്ടെ. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രായോഗിക അവധി ഉണ്ടാകുകയാണെങ്കിൽ പോലും പ്രവേശന നടപടികൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ അതാത് പ്രിൻസിപ്പൽമാർ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞല്ലോ, എന്താണ്, ഇപ്പോൾ വയനാട് പോലുള്ള ദുരിതങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുകയാണ്, അപ്പോൾ ആശ്രയം തേടിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ പ്രവേശനത്തിന് സമയത്ത് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നാളെ അഡ്മിഷൻ എടുക്കാൻ പോകണ്ടല്ലോ, മറ്റന്നാൾ പോയാൽ മതിയല്ലോ എന്ന് കരുതി എന്ത് ഇരിക്കേണ്ട, നീ നാളെ തന്നെ പൊക്കം. ഇതിലെന്താണ്? അഡ്മിഷൻ എന്തില്ല, ലീവ് ബാധകമല്ല. അത് ജില്ലാ കളക്ടർമാർ പ്രഖ്യാപിക്കുന്ന അവധികൾ അഡ്മിഷന് ബാധകമല്ലെന്നർത്ഥം. അതായത് ഏതെങ്കിലും ജില്ലയ്ക്കോ ഏതെങ്കിലുമൊക്കെ സ്കൂളുകൾക്കോ അവധി വരികയാണെങ്കിൽ ആ സ്കൂളിൽ പഠിത്തം വെക്കില്ലെന്നേ ഉള്ളൂ. ജില്ലാ കളക്ടർമാർ ഏതെങ്കിലും സ്കൂളുകൾക്കൊക്കെ ഏതെങ്കിലും ജില്ലയ്ക്ക് അവധി കൊടുത്തു എന്ന് വിചാരിച്ചോ, ഇതൊരു അവധി കൊടുത്തില്ല. അങ്ങനെ അവധി കൊടുത്തു കഴിഞ്ഞാൽ ആ ജില്ലയിലെ പഠിത്തമില്ല, പക്ഷേ ആ സ്കൂളുകളിൽ എന്ത് ചെയ്യും? ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടക്കും. അഡ്മിഷൻ പോയി എടുക്കാം, ക്ലാസ്സിൽ നിന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തത് അവധി എന്ത് ചെയ്യില്ല? അവധി ഇതിനെ ബാധിക്കുകയല്ലെന്നർത്ഥം. അവധി എന്ത് ചെയ്യില്ല? ജില്ലകൾക്ക് വരുന്ന അവധിയും മറ്റ് പ്രായോഗിക അവധികളും എന്ത് ചെയ്യില്ല? പ്രായോഗിക അവധികളൊന്നും എന്ത് ചെയ്യില്ല? ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അഡ്മിഷനെ ബാധിക്കില്ലെന്നർത്ഥം. ഇത് ജോയിൻ്റ് ഡയറക്ടർ അക്കാദമിക് പുറപ്പെടുവിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം ഹയർ സെക്കൻഡറി വിഭാഗം പുറപ്പെടുവിച്ച സർക്കുലറാണ്. നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ഇന്ന് പെർമനൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് മാറണം. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 20 വിദ്യാർത്ഥികളും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 15,000 എന്ന ഘട്ടത്തിലേക്ക് എത്തും. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.